ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ കണ്ടിട്ടുള്ള ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അതായത് ആ ടി വിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ തോറിൻ്റെ കൈ കൊണ്ട് ഡെഡ്പൂൾ മരിച്ചിട്ട് തോർ കരയുന്ന പോലെ ഒരു സീൻ കണ്ടല്ലോ, അത് എന്തുകൊണ്ടാണെന്നും പിന്നെ ഇപ്പോൾ പുതിയതായിട്ടൊരു വൂൾവറിനെ കൊണ്ടുവന്നല്ലോ, ആ വൂൾവറിൻ്റെ യൂണിവേഴ്സിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതൊക്കെ. സോ ആ ഒരു രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ട്രെയിലറിലൊക്കെ കാണിച്ചിട്ടുണ്ടാവും, അതായത് ഈ വൂൾവറിനും കാരണമാണ് പുള്ളിയുടെ യൂണിവേഴ്സ് തന്നെ നശിക്കാൻ കാരണമായെന്നൊക്കെ. ആക്ച്വലി അതങ്ങനെയല്ല, പുള്ളി കാരണമായിരിക്കും പുള്ളിയുടെ യൂണിവേഴ്സിൽ വലിയൊരു തെറ്റ് നടന്നിട്ടുണ്ടാവുക. അതാണ് പടത്തിൽ ഹിൻ്റ് ചെയ്തിട്ടുള്ളത്. അതായത് പുള്ളി ചെയ്ത വലിയൊരു തെറ്റ് കാരണം പുള്ളിയുടെ യൂണിവേഴ്സിൽ തന്നെ പുള്ളീനെ ആർക്കും ഇഷ്ടമല്ലാതായി. മിക്കവാറും ഈ വൂൾവറിനെ എടുത്തിട്ടുള്ളത് നമ്മുടെ ഓൾഡ് മാൻ ലോഗൻ സ്റ്റോറി ലൈനിൽ നിന്നായിരിക്കും. കാരണം അതിൽ നമ്മുടെ വില്ലൻസ് എല്ലാവരും ഈ വേൾഡിനെ ടേക്ക് ഓവർ ചെയ്യാൻ തുടങ്ങുകയാണ് ഒരുമിച്ച് ചേർന്നിട്ട്. അങ്ങനെ എക്സ്മാൻസിൻ്റെ ആ മാൻഷനിലേക്കും വില്ലന്മാർ വരികയാണ്, അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. പക്ഷേ അപ്പോൾ അവിടെ വേറെ എക്സ്മാൻസ് ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അങ്ങനെ നമ്മുടെ വൂൾവറിൻ ഒറ്റയ്ക്ക് ആ വന്നിട്ടുള്ള എല്ലാ വില്ലൻസിനെയും, അതായത് നമ്മുടെ ഡോക്ടർ ഒക്ടോപ്പസ്, ബുൾസൈ, അങ്ങനെ പറഞ്ഞിട്ടുള്ള എല്ലാ വില്ലന്മാരെയും, അതായത് 40ഓളം വില്ലൻസിനെ അടിച്ചൊതുക്കാൻ തുടങ്ങുകയാണ്. അടിച്ചൊതുക്കാന്നല്ല, വില്ലന്മാരെയൊക്കെ നെഞ്ചത്തോട് പുള്ളിയുടെ ക്ലോസ് കുത്തിയിറക്കി കൊല്ലുകയാണ്. അങ്ങനെ അവസാനമായിട്ടുള്ള ബുൾസൈനെ കൊല്ലുമ്പോഴാണ് ആ ബുൾസൈ പറയുന്നത്, നീ ഞങ്ങളുടെ ഫ്രണ്ടായിരുന്നില്ലേ, എന്തിനാണ് ഇത് ചെയ്തതെന്ന്. അപ്പോഴാണ് വൂൾവറിന് തന്നെ മനസ്സിലാവുന്നത് ഇത് മൊത്തം മിസ്റ്റീരിയോയുടെ ഒരു ഇലൂഷനായിരുന്നു. പുള്ളി ഇപ്പോൾ കൊന്നിരിക്കുന്നത് മൊത്തം പുള്ളിയുടെ എക്സ്മാൻ ഫ്രണ്ട്സിനെയാണ്. അതായത് വില്ലന്മാരെയല്ല, ബീസ്റ്റ്, ഫ്രോസ്റ്റ് ഇവരെ പോലൊക്കെയുള്ള പുള്ളിയുടെ ഫ്രണ്ട്സിനെയാണ് പുള്ളി കൊന്നിരിക്കുന്നത്. അങ്ങനെ ഈ പുള്ളി ചെയ്തിരിക്കുന്ന വലിയൊരു തെറ്റിൻ്റെ കുറ്റബോധം താങ്ങാൻ പറ്റാതെയാണ് പുള്ളി പിന്നെ ജീവിക്കുന്നത്. അങ്ങനെയാണ് പിന്നെ പുള്ളി ക്ലോസ് ഒന്നും എടുക്കാതെ ജീവിക്കുന്നത്, ഓൾഡ് മാൻ ലോഗനാവുന്നത്. സോ ആ ഒരു സ്റ്റോറി ലൈനിലുള്ള ആ ലോഗൻ്റെ പാസ്റ്റ് ആയിരിക്കണം അഡാപ്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ഈ വൂൾവറിൻ, അതായത് ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൽ വന്നിട്ടുള്ള ഈ പുതിയ വൂൾവറിന് കൊടുത്തിട്ടുള്ളത്. കാരണം അതിൽ നമ്മുടെ വൂൾവറിൻ്റെ സംസാരത്തിൽ തന്നെ ഏതാണ്ട് മനസ്സിലാവും നമ്മുടെ എക്സ്മാൻ ടീമിലുള്ള ആരും ഇപ്പോൾ ജീവനോടെ ഇല്ലാന്ന്. സോ അങ്ങനെ അവരെയൊക്കെ കൊന്നിട്ടുള്ളത് ഈ വൂൾവറിൻ തന്നെ ആയിരിക്കണം, പുള്ളിയുടെ അല്ലാത്തതായിട്ടുള്ള ഒരു തെറ്റാൽ. മിക്കവാറും മിസ്റ്റീരിയോയുടെ ഇല്യൂഷൻ കാരണം തന്നെ ആയിരിക്കണം. പിന്നെ ഒന്നാണ് ആ ടി വിയിൽ വന്നപ്പോൾ നമ്മുടെ തോറിൻ്റെ കൈ കൊണ്ട് ഡെഡ്പൂൾ എങ്ങനെ മരിക്കുന്നു, പുള്ളി എന്തിനു കരയുന്നതെന്നുള്ളത്. ആക്ച്വലി ആ ടി വിയിൽ വരുമ്പോൾ തന്നെ പാരഡോക്സ് പറയുന്നുണ്ട്, എർത്ത് 616 നിനക്ക് വലിയൊരു ഡ്യൂട്ടി ഉണ്ട്, അതിന് വേണ്ടിയിട്ട് നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ അതിൽ തന്നെ പാരഡോക്സ് പറയുന്നുണ്ട് അതൊരു ഡിസ്റ്റൻറ്റ് ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യമാണെന്ന്. ചിലപ്പോൾ സീക്രട്ട് വാർസോ ഡൂംസ്ഡേയോ നടക്കുമ്പോൾ നമ്മുടെ തോറിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഒരു ഡെഡ്പൂൾ ഒത്തിട്ട് ഒരാളെ എതിർത്ത് പോകുന്നുണ്ടാവും. അങ്ങനെ അതിൽ നമ്മുടെ ഡെഡ്പൂൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മുടെ തോറ് കരയുന്ന പോലെയും കാണിക്കാം. പക്ഷേ നമ്മുടെ തോറിന് ചിലപ്പോൾ അറിയത്തുണ്ടാവില്ല ഡെഡ്പൂളിന് ഹീലിംഗ് ഫാക്ടേഴ്സ് ഉള്ള കാര്യം. അങ്ങനെ പുള്ളി മരിച്ചെന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മുടെ തോറ് കരയുന്നത്. പെട്ടെന്ന് പുള്ളി ഞാൻ ചത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡെഡ്പൂൾ 1, 2 കണ്ട പോലെ തിരിച്ചു വന്നെന്നും വരാം. എന്തായാലും അത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണെന്ന് നമ്മുടെ പാരഡോക്സ് തന്നെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇനി അറിയേണ്ടത് ഇത് എപ്പോൾ നടക്കുന്നത് മാത്രമാണ്. പിന്നെ ഇതിൽ കാണിച്ചിരിക്കുന്ന ആ ഫുട്ടേജ് നമ്മുടെ തോറ് ഡാർക്ക് വേൾഡിൽ നിന്ന് എങ്ങനെ എടുത്തിട്ടുള്ളതാണ്. അതായത് നമ്മുടെ ലോക്കി മരിക്കുമ്പോൾ എങ്ങാനും തോറിൻ്റെ ആ സീന് കാണിച്ചിരിക്കുന്നതിൽ നമ്മുടെ ഡെഡ്പൂളിൻ്റെ തല വെട്ടി ഒട്ടിച്ചാണ്. പിന്നെ നിങ്ങൾക്ക് പലർക്കും ഇതിൻ്റെ ടൈം ലൈനിനെ കുറിച്ച് ഒരുപാട് ഡൗട്ട് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. സോ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ഓരോന്നോരോന്നായിട്ട് കമൻറ്റ് ഇട്ടോ, എന്നെക്കൊണ്ട് പറ്റാവുന്ന വരെ ഞാൻ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ ഇതിന് മുമ്പ് ഞാൻ ചെയ്ത ആ വൂൾവറിൻ്റെ പാസ്റ്റ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു സ്റ്റോറി ലൈൻ, അതായത് ആ ഓൾഡ് മാൻ ലോഗൻ്റെ ഫുൾ സ്റ്റോറി ലൈൻ നിങ്ങൾക്ക് കാണണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റ് നോക്കിയാൽ മതി, ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. അല്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓൾഡ് മാൻ ലോഗൻ എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് തന്നെ കാണാം. അതിൽ ഓരോന്ന് ഇഷ്യൂസായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.